പഴയ കുറച്ച് ഓർമ്മകളെല്ലാം പൊടിയിട്ട് എടുക്കാൻ തീരുമാനിച്ചു. മറ്റൊന്നുമല്ല, കൊച്ചിലേ വരച്ചിരുന്നു, ഇപ്പോൾ ഒന്നും വരയ്ക്കാറില്ല. അപ്പോൾ പെർഫെക്ഷനൊന്നുമില്ല, എന്നാലും ചുമ്മാ വരയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് വരച്ചതിൽ നിന്നും കിട്ടിയൊരു സന്തോഷത്തിൻ്റെ കഥ എനിക്ക് ഓർമ്മ വന്നത്. മറ്റൊന്നുമല്ല, കുഞ്ഞിലെ കാണാൻ എന്നെ വലിയ ചന്തമൊന്നുമില്ല, ഇപ്പോഴും ഇല്ല. അന്ന് കൂട്ടുകാർ വളരെ കുറവായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് കോമ്പറ്റീഷന് പ്രൈസ് കിട്ടിയപ്പോൾ നേരെ ഉപജില്ലയ്ക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴും സാധാരണ സ്ഥിതി തന്നെ, നമുക്ക് ഫ്രണ്ട്സ് ആരും തന്നെ ഇല്ല. കുട്ടികളോട് കൂട്ടുവിടാൻ ചെല്ലുമ്പോൾ എല്ലാവരും അവോയ്ഡ് ചെയ്യും. അങ്ങനെ അന്ന് ഞങ്ങൾക്ക് കിട്ടിയ സബ്ജക്റ്റാണ് സൂര്യാസ്തമയത്തിൽ ചീനവല എറിയുന്ന ഒരാളെ വരയ്ക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ചീനവല എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് സൂര്യാസ്തമയം അല്ലെങ്കിൽ ചീനവല, ഇതിലേതെങ്കിലും ഒന്ന് വരച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അസ്തമയം വരച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അസ്തമയം കാണാൻ പോകാറുണ്ട്. എനിക്ക് അസ്തമയം വരയ്ക്കാൻ അറിയാമായിരുന്നു. ഞാനത് വരച്ചു. അപ്പോൾ അധികം പേര് കാണാൻ വേണ്ടി വന്ന് നിന്നത് എൻ്റെ പിക്ചറിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോഴാണ് എന്നെ അവോയ്ഡ് ചെയ്ത കൊച്ചു കൂട്ടുകാർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതും സംസാരിച്ചതും എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് അന്വേഷിച്ചതൊക്കെ. അപ്പോൾ ഞാൻ അനുഭവിച്ചൊരു സന്തോഷമുണ്ടല്ലോ. കാരണം എനിക്ക് ഈ വരച്ചതിലൂടെയാണല്ലോ അങ്ങനെ കുറച്ച് പേര് എന്നെ ഒന്ന് നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ എന്നോടൊന്ന് കൂട്ടുകൂടാൻ തുടങ്ങിയത്. അങ്ങനെ ഇതുപോലുള്ള കുറേ ഇൻസിഡൻസ് മുന്നുണ്ടായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വരകളും ഇനിയും ഉണ്ടാകും. അപ്പോൾ നമുക്ക് കൊച്ചു കൊച്ചു വരകൾ വൈകുന്നേരങ്ങൾ കാണാം.